من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والخيل والبغال والحمير لتركبوها وزينة ويخلق ما لا تعلمون. സഹോദരങ്ങളെ സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളുമായി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉപദേശിക്കുന്നു. മനുഷ്യരായ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വളരെ അനിവാര്യമായ ഒന്നാണ് യാത്ര ചെയ്യുക. യാത്ര ചെയ്യാതെ ജീവിതം മുന്നോട്ട് പോകുക എന്നത് മനുഷ്യർക്ക് ആലോചിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. ആ യാത്രക്ക് വേണ്ടി മനുഷ്യൻ അവന്റെ പരിമിതിക്കപ്പുറമുള്ള പല വാഹനങ്ങളും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ മനുഷ്യന് അല്ലാഹു പ്രാപ്തി നൽകിയിട്ടുമുണ്ട്. അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. ദൂരദിക്കുകളിലേക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തരിക എന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് അല്ലാഹു നമ്മെ പഠിപ്പിച്ചത്. നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനം അത് ഓരോ കാലത്ത് ഓരോ രൂപത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പ്രവാചകന്റെ യാത്ര ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്തത് ഒട്ടകത്തിന്റെ പുറത്തായിരുന്നു. 6-7 ദിവസമാണ് ആ യാത്രക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമയമെടുത്തത്. എന്നാൽ ഇന്ന് അതേ സ്ഥലത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ ഹൈസ്പീഡിലുള്ള ട്രെയിനുകൾ മക്കയിൽ നിന്ന് മദീനയിലെത്താൻ 2.5 മണിക്കൂർ മതി. ബസ്സിലാണെങ്കിൽ 6-7 മണിക്കൂർ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ദിവസം എടുത്തിട്ടാണ് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്രയുണ്ട്. ഏകദേശം 1500 കിലോമീറ്ററിലധികമുണ്ട്. 1 മാസമായിരുന്നു ആ യാത്രക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. മാത്രവുമല്ല, ഇന്നത്തെ പോലെയുള്ള യാത്രയിൽ ഇടയ്ക്കെവിടെയെങ്കിലും ഇരുന്ന് ഒന്ന് ഭക്ഷണം കഴിക്കാനോ
അതുപോലെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. വളരെ ക്ലേശകരമായിരുന്നു യാത്ര എന്ന് പറയുന്നത്. കാൽനട യാത്രയാണ്, ഒട്ടകത്തിന്റെ പുറത്തുമൊക്കെയാണ് യാത്ര. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലഘട്ടത്തിൽ യാത്ര എന്ന് പറയുന്നത് പുതിയ സാങ്കേതികമായ കണ്ടുപിടുത്തങ്ങളും ഒക്കെ വന്നതിന് ശേഷം നമുക്ക് ഒന്ന് മക്കയിലെത്തണമെങ്കിൽ ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. 4-5 മണിക്കൂർ ഉണ്ടെങ്കിൽ അവിടെ എത്താൻ സാധിക്കും. എന്നാൽ പണ്ടത്തെ യാത്ര എന്ന് പറയുന്നത്, പണ്ട് ആളുകൾ ഹജ്ജിന് പോവുക എന്ന് പറയുന്നത് കപ്പലുകളിലായിരുന്നു. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലർക്കും അനുഭവം ഉണ്ടാകും. പൊന്നാനിയിലും കോഴിക്കോടും കൊച്ചിയിലും ഒക്കെയുള്ള തുറമുഖത്തേക്ക് കാളവണ്ടിയിൽ യാത്ര ചെയ്ത് അവിടെ നിന്ന് കപ്പലിൽ കയറി, ആ കപ്പലിൽ ഒരുപക്ഷെ വെള്ളവും ഭക്ഷണവും ഒന്നുമില്ല. പലരും ആ യാത്രയിൽ രോഗം പിടിപെട്ട് മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ 10-50 ദിവസത്തെ ക്ലേശകരമായ യാത്ര. എന്നിട്ട് ജിദ്ദയിലെത്തി, അവിടെ നിന്നിറങ്ങി, പിന്നെ കാൽനടയായി. അങ്ങനെയൊക്കെയുള്ള ക്ലേശകരമായ യാത്രകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര 8 ദിവസത്തോളമായിരുന്നു ആ യാത്ര എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷെ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അല്ലാഹു വല്ലാത്തൊരു അനുഗ്രഹമാണ് മനുഷ്യർക്ക് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഹജ്ജിന് പോകണമെങ്കിൽ, ഒന്ന് വിദേശത്ത് പോകണമെങ്കിൽ, രാവിലെ പുറപ്പെട്ട് വിദേശത്തെത്തി അന്ന് തന്നെ തിരിച്ചു പോരാനുള്ള സൗകര്യങ്ങളൊക്കെ അത്രയും വലിയ വലിയ പുരോഗതികളാണ്, അനുഗ്രഹങ്ങളാണ് നമുക്ക് ഈ യാത്രയുടെ വിഷയത്തിൽ അല്ലാഹു നൽകിയിട്ടുള്ളത്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് അല്ലാഹു നൽകിയ വല്ലാത്തൊരു അനുഗ്രഹമാണ്. ഖുർആൻ അത് പറഞ്ഞു. നിങ്ങൾ യാത്രയ്ക്ക് വേണ്ടി കുതിരകളെയും കഴുതകളെയും ഒക്കെ നിങ്ങൾ അലങ്കാരമായിക്കൊണ്ടും യാത്രക്ക് വേണ്ടിയും നിങ്ങൾ അതിനെ ഉപയോഗിച്ചു. എന്നിട്ട് ഖുർആൻ അവിടെ നിർത്തിയില്ല. ഇത് മാത്രമാണ് നിങ്ങളുടെ യാത്രയുടെ വാഹനം എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയല്ല ഖുർആൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാത്തതും അല്ലാഹു സൃഷ്ടിക്കും. വാഹനത്തിന് അക്കാലഘട്ടത്തിൽ, ഖുർആൻ ഇറങ്ങുന്ന അക്കാലഘട്ടത്തിൽ ഒട്ടകങ്ങളും കഴുതകളും അങ്ങനെയുള്ള വാഹനങ്ങളായിരുന്നു. പക്ഷെ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് അറിയാത്ത കുറെ വാഹനങ്ങളും അല്ലാഹു സൃഷ്ടിക്കുകയും ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ അല്ലാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ. ഹജ്ജിനെ കുറിച്ചുള്ള യാത്രയെ കുറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു വിളംബരം വന്ന സമയത്ത് ഖുർആൻ പറഞ്ഞു, നീ ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യുക. ആ വിളംബരം കേട്ടിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇടുങ്ങിയ വഴികളിലൂടെ കാൽനടയാത്രയായി പല വഴികളിലൂടെ അവരിങ്ങനെ ഈ ഗേഹത്തെ അന്വേഷിച്ചു കൊണ്ടുവരുന്നു. അന്നുള്ള ആ പ്രഖ്യാപനം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 5000 വർഷങ്ങൾക്കപ്പുറമുള്ള ആ ഒരു പ്രഖ്യാപനം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാൽനടയായി വിവിധ വാഹനങ്ങളിലായി ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ വാഹനം എന്ന് പറയുന്നത് അല്ലാഹ് മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമാണ്. അത് ഇനിയും ഇങ്ങനെ പുരോഗമിക്കും. ഇന്ന് കാണുന്ന വാഹനമായിരിക്കില്ല പെട്ടെന്ന്. ട്രെയിൻ കണ്ടുപിടിച്ചപ്പോ ആളുകൾക്ക് അത്ഭുതമായിരുന്നു. പല ആളുകളും ഭയത്തോടു കൂടിയാണ് അന്ന് കൽക്കരി ഉപയോഗിച്ചുള്ള ട്രെയിനിലെ യാത്രയെ കണ്ടത്. പലരും ട്രെയിനിൽ കയറാൻ ഭയപ്പെട്ടു എന്ന് പല കഥകളും നമുക്ക് വായിക്കാൻ സാധിക്കും. ഓരോ കാലത്തിനനുസരിച്ച് യാത്രയുടെ വാഹനങ്ങൾ ഇങ്ങനെ അത് അപ്ഡേഷൻ നടക്കുകയാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞു, അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞു,
നിങ്ങൾക്ക് 4 അനുഗ്രഹങ്ങളുണ്ട്. അർബഉം മിനസ് സഅദ. 4 നിങ്ങൾക്ക് വല്ലാത്ത ഒരു സന്തോഷവും അനുഗ്രഹവുമായിട്ടാണ്. അതിലൊന്ന് അൽ മർഅത്തു സാലിഹ, നല്ല ഒരു ഇണ നിങ്ങൾക്ക് കിട്ടിയാൽ അത് നിങ്ങൾക്ക് നല്ല അനുഗ്രഹമാണ്. വൽ മസ്കനുൽ വാസിഅ, താമസിക്കാനുള്ള നല്ലൊരു വീട്, അത് നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഒരു നല്ല അനുഗ്രഹമാണ്. വൽ ജാറുസ് സാലിഹ്, നല്ലൊരു അയൽവാസി ഉണ്ടാവുക എന്നതും ഒരു അനുഗ്രഹമാണ് എന്ന്. വൽ മർകബുൽ ഹനീ, ധന്യമായ ഒരു വാഹനം ഉണ്ടാവുക എന്നത് അല്ലാഹ് ഒരു അനുഗ്രഹമായിട്ടാണ്. വാഹനമില്ലാത്ത ആളുകള് അല്ലാഹ് അവനെ മോശമാക്കി എന്നല്ല ഈ പറയുന്നത്. ഒരാൾക്കൊരു വാഹനം ഉണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹമായി കണക്കാക്കുകയും ഒരു നിഅമത്തായി കണക്കാക്കുകയും ചെയ്യണമെന്നാണ് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, റസൂലുള്ളാഹി നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളൊരു വാഹനം വാങ്ങിയാൽ, നിങ്ങൾക്കൊരു വാഹനം കിട്ടിയാൽ, സ്വന്തമായി നിങ്ങൾക്കൊരു വാഹനം ലഭിച്ചാൽ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഖൈറഹ, ഈ ഒരു വാഹനം എനിക്ക് കിട്ടിയതിന്റെ ഖൈർ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വ ഖൈറ മാ ജബൽതഹ അലൈഹി, അതിന്റെ ആ വാഹനത്തിന്റെ സ്വഭാവത്തിലുള്ള നന്മ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ഒരു വാഹനം കൊണ്ട് നന്മ ഉണ്ടാവും, ആ നന്മ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. എന്നിട്ട് ഞാൻ നിന്നോട് ശരണം തേടുന്നുണ്ട് കേട്ടോ. മിൻ ശർരിഹ, ഈ വാഹനത്തിന്റെ ഷർറിൽ നിന്ന്, വാഹനങ്ങളുടെ മനുഷ്യന് ഷർറുണ്ടാവും. അതിന്റെ മോശമായ സ്വഭാവം, അതിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു. അപ്പൊ ഒരു വാഹനം കിട്ടിയാൽ, നമ്മളൊരു വാഹനം വന്നപ്പോ ഒട്ടുമിക്ക ആളുകൾക്കും വാഹനമുണ്ട്, വാഹനമില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ഒന്നുമില്ലെങ്കിൽ ഒരു ബൈക്ക് എന്തെങ്കിലും ഉണ്ടാവും ഒരു വീട്ടിൽ. ചില വീടുകളിൽ എല്ലാവർക്കും ഓരോ വാഹനം ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പടച്ചവന്റെ ഒരു അനുഗ്രഹമാണ് എന്നാണ്. ഈ അനുഗ്രഹം കിട്ടിയാൽ നമ്മൾ അള്ളാഹുവോട് പറയേണ്ടത്, ഒരു വാഹനം കിട്ടിയാൽ നേരെ വാഹനമായിട്ട് ഏതെങ്കിലും മഖ്ബറയിൽ പോയി അവിടെ പോയി കുറച്ച് പൈസ കൊടുത്ത് അവിടുന്ന് കിട്ടിയ നൂലും അവിടുന്ന് കിട്ടിയ നാരങ്ങയും അവിടുന്ന് കിട്ടിയ വെള്ളമൊക്കെ അതിന്റെ മുകളിൽ തളിച്ച് അങ്ങനെ പോരുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയല്ല നമ്മെ പഠിപ്പിച്ചത്. ഇത് അള്ളാഹ് നിനക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നീ അള്ളാഹിനോടാണ് നന്ദി കാണിക്കേണ്ടത്, അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ നമ്മൾ വാഹനം കിട്ടിയാൽ മക്ബറയിലേക്കല്ല പോകേണ്ടത്, ഏതെങ്കിലും ജാറത്തിലേക്കല്ല പോകേണ്ടത്, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ വാഹനം എനിക്ക് അള്ളാഹ് നൽകിയ ഒരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക എന്നതാണ്. ആ വാഹനത്തെ ഒരിക്കലും നിങ്ങൾ ശപിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു അൻസാരി സ്ത്രീ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോകുന്നു, ഒട്ടകം ശരിക്കും നടക്കുന്നില്ല. ആ അൻസാരി സ്ത്രീ ആ ഒട്ടകത്തെ ഇങ്ങനെ ശപിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, പാടില്ല എന്ന്. നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കൊരു വാഹനം ഉണ്ട്, ഒരു ട്രാഫിക്കിൽ നമ്മൾ കുടുങ്ങി, ട്രാഫിക്കിൽ ബ്ലോക്കായി, അപ്പൊ നമ്മൾ ശപിക്കാൻ തുടങ്ങും. പാടില്ലെന്നാ റസൂൽ പഠിപ്പിച്ചത്. നമ്മുടെ വാഹനം കേട് വന്നു, അപ്പൊ നമ്മൾ ശപിക്കാൻ തുടങ്ങുന്നുണ്ടോ? പാടില്ല എന്ന് റസൂൽ പറഞ്ഞു. നമ്മുടെ വാഹനം സ്റ്റാർട്ടാവുന്നില്ല, എന്താ ശരി കംപ്ലൈന്റ് വന്നു, പാടില്ല. കാരണം അള്ളാഹ് നൽകിയ ഏതൊരു അനുഗ്രഹമായിരുന്നാലും, അള്ളാഹ് നമുക്ക് നൽകിയ ഏതൊരു അനുഗ്രഹമായിരുന്നാലും ആ അനുഗ്രഹത്തെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ വാഹനത്തിൽ കയറുമ്പോ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീന വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ വാഹനത്തിൽ കയറുന്നത്. അങ്ങനെ വാഹനത്തിൽ കയറിയാൽ നിങ്ങൾക്ക് അള്ളാന്റെ സംരക്ഷണം ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഇങ്ങനെ വണ്ടി പോകുമ്പോ ഏതെങ്കിലും ഒരു ജാറം കാണുമ്പോ അവിടേക്ക് പൈസ എറിയേണ്ടതില്ല.
ഒരു വളവിൽ ഞാൻ തിരിയുമ്പോൾ ആ വളവിൽ നിന്ന് എന്റെ വാഹനത്തെ ആ വളവിൽ പോയിട്ട് അതിന് താഴേക്ക് ചാടുമെന്ന് ഭയപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു മക്ബറയിലേക്ക് നാണയത്തുട്ടുകൾ എറിയേണ്ടതില്ല. നിങ്ങൾ കയറുമ്പോൾ പ്രാർത്ഥിച്ചാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അവസാനം നോക്കി ഞാൻ അല്ലാഹുവിലേക്ക് എത്തുക. ഇനി വാഹനങ്ങാനെങ്കിൽ അപകടത്തിൽപ്പെട്ട് എന്തെങ്കിലും ചെയ്താൽ ഞാൻ മക്ബറയിൽ കിടക്കുന്ന ആ മനുഷ്യൻ ഒരുക്കിയ പരലോകത്തേക്ക് അല്ല എത്തുക. ഞാൻ എവിടേക്ക് എത്തുക? ഇന്നാല മുഖ്രിനീൻ. ഞാൻ അല്ലാഹുവിന്റെ അടുത്തേക്ക് പോകേണ്ടത്. നമ്മളൊക്കെ പോകേണ്ടതും അങ്ങോട്ടാണ്. അതുകൊണ്ട് വാഹനത്തിൽ കയറുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവോടാണ്. അപ്പൊ ഒരു വാഹനം എന്നത് അള്ളാഹ് നൽകിയ ഒരു അനുഗ്രഹമായതുകൊണ്ട് ആ അനുഗ്രഹത്തെ അങ്ങനെ തന്നെ കാണണം. ആ വാഹനത്തിൽ നിങ്ങൾ വാഹനം ഒരു സദഖയായി കാണണമെന്നാണ്. നിങ്ങൾ ഒരു വാഹനത്തിൽ പോകുമ്പോ ഒരാളെ കൂടി ആ വാഹനത്തിൽ കയറ്റിയാൽ അതൊരു സദഖയാണ്. ഇപ്പൊ പരിചയമില്ലാത്ത ആളെ വാഹനത്തിൽ കയറാൻ പറ്റും. പരിചയമില്ലാത്തവർ കേൾക്കണ്ട. കാലൊക്കെ മാറിയല്ലോ. പരിചയമില്ലാത്ത ആളുണ്ടാവും. നമ്മൾ സ്വന്തമായിട്ടൊരു കാർ ഓട്ടി ഇങ്ങനെ പോകുമ്പോ ഈ നട്ടുച്ചവ് നല്ല വെയിലുള്ള സമയത്ത് നമ്മളൊറ്റക്ക് ഇങ്ങനെ കാറിൽ ഏശപ്പെട്ട് നല്ല തണുത്ത് ഇങ്ങനെ പോകുമ്പോ നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ വെയിലും കൊണ്ട് നടന്നു വരുന്നുണ്ടാവും. ഒന്ന് നിർത്തി അവരെ കയറുക. റസൂലുള്ളാഹി പറയുന്നു ഇതൊക്കെ സദഖയാണ് എന്ന്. ആരെ കിട്ടിയ ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്ന ഒരു സദഖയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു. വാഹനം ഒരു അഹങ്കാരമായി മാറാൻ പാടില്ല. ഇന്ന് പലർക്കും അങ്ങനെയാണ്. കാറൊക്കെ ഇങ്ങനെ മാറ്റുകയാണ്. പുതിയ മോഡൽ വരുമ്പോ ലോൺ എടുത്തിട്ട് വാഹനം വാങ്ങിയിട്ട് അഹങ്കാരമായി മാറുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അഹങ്കാരത്തിൻ്റെതായി മാറാൻ പാടില്ല, ദൂരത്തിൻ്റെതായി മാറാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു വാഹനം ഓടിക്കുമ്പോൾ അതിന്റെ മര്യാദകളൊക്കെ പാലിക്കണം. നമുക്ക് ഏത് വിഷയത്തിലും ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഉപദേശിച്ചൊരു ഉപദേശമല്ലേ, നടക്കുമ്പോൾ മാത്രമല്ല. അഹങ്കരിച്ചുകൊണ്ട് നടക്കല്ലേ, അഹങ്കരിച്ചുകൊണ്ട് വാഹനം ഉണ്ടല്ലേ. തനിക്കിട്ടിയ ബൈക്കും തനിക്കിട്ടിയ പുതിയ മോഡലുള്ള ബൈക്കൊക്കെ എടുത്തിട്ട് പുതിയ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് ഓണൊക്കെ അടിച്ചിട്ട് പുതിയ രൂപത്തിലൊക്കെ ഇങ്ങനെ അഹങ്കാരിയായിക്കൊണ്ട് ഇങ്ങനെ നടക്കണ്ട. ഇത് അല്ലാഹു നൽകിയ അനുഗ്രഹാട്ടോ. ആ അനുഗ്രഹത്തെ അനുഗ്രഹമായി നീ കാണണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം അല്ലാഹ് നമുക്ക് ഒരുക്കി തന്ന വല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ്. ആ അനുഗ്രഹത്തെ അങ്ങനെ തന്നെ കാണുക, ആ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. മുസ്ലിം സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ജീവിക്കാനായി എന്നൊരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. മനുഷ്യരെ മനുഷ്യരായി കാണുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. തൊലിയുടെ നിറവും ജാതിയുടെ രൂപവും ഒക്കെ നോക്കി മനുഷ്യരെ വേർതിരിക്കുകയും മനുഷ്യരെ അതിന്റെ പേരിൽ അവഹേളിക്കുകയും ആ അവഹേളനം സഹിക്കവയ്യാതെ ജീവനെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഏറെ പുരോഗതി പ്രാപിച്ചു എന്ന് പറയുന്ന സാംസ്കാരികപരമായും സാമ്പത്തികമായും ഒക്കെ പുരോഗതിയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് നമ്മളുടെ മതത്തിന്റെ പ്രത്യേകത നമ്മൾ കാണേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബാങ്ക് വിളിക്കാൻ അല്ലാഹുവിന്റെ പ്രത്യേകമായ ഉത്തരവുണ്ടായ ഒരു സമയത്ത് ബാങ്ക് പ്രാബല്യത്തിൽ വരികയാണ് നിയമപരമായി.
ആ സമയത്ത് പ്രവാചകന്റെ ചുറ്റും ആയിരക്കണക്കിന് സഹാബികളുണ്ട്. ആ സമയത്ത് ആ സഹാബികൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു, റസൂൽ എന്നെയാണ് വിളിക്കുക, റസൂൽ എന്നെയാണ് വിളിക്കുക. റസൂൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. റസൂൽ തിരിഞ്ഞു നോക്കുന്നത് ബിലാലിനെയാണ്. ആരാണ് ബിലാല്? ആരാണ് ബിലാല്? ബിലാലിന്റെ ചരിത്രം നമുക്കറിയാം. കറുത്ത വിരൂപിയായ അടിമയായ ബിലാൽ. റസൂൽ ബിലാലിനെയാണ് വിളിക്കുന്നത്. ബിലാൽ മുന്നോട്ട് വരും, പാമ്പ് കൊണ്ടുപോയി. ഇതാണ് ഇസ്ലാം. ഇസ്ലാമിൽ വർണ്ണ വിവേചനമോ ജാതി വിവേചനമോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹിയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. യാ അയ്യുഹന്നാസ്, നമുക്കിന്ന് ജാതിയുടെ പേരിൽ ഒരു വിദ്യാർത്ഥി അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങളുടെ കഥകൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുമായ ഇസ്ലാമിന്റെ സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു സന്ദേശമാണ്. റസൂലുള്ളാഹ് ഒക്കെ ജയിച്ചടക്കിയതിനു ശേഷം പറഞ്ഞൊരു സന്ദേശം, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒന്നാണ് കേട്ടോ. അല്ല, നിങ്ങൾ അറിയണം, ലാ ഫളല ലി അറബി, ഒരു അറബിക്ക് അല്ല അജമി, ഒരു അനറബിയേക്കാൾ ഒരു പ്രത്യേകതയില്ല കേട്ടോ. നിങ്ങളൊരു ജാതി മാറിപ്പോയി എന്നതിന്റെ പേരിൽ, അവൻ താഴ്ന്ന ജാതിയായി എന്നതിന്റെ പേരിൽ, അവൻ ഉയർന്ന ജാതിയായി എന്നതിന്റെ പേരിൽ, അവൻ ഇന്ന വിഭാഗത്തിൽപ്പെട്ടു പോയി എന്നതിന്റെ പേരിൽ ഒരു ശ്രേഷ്ഠതയില്ല കേട്ടോ. വലാലി അജമിയൽ അറബി, ഒരു അജമിക്ക് അറബിയെക്കാളും പ്രത്യേകതയില്ല കേട്ടോ. വലാലി അഹ്മർ അല്ല അസ്വദ്, ചുവന്നവന് കറുത്തവനേക്കാളോ കറുത്തവന് ചുവന്നവനേക്കാളോ യാതൊരു പ്രത്യേകതയും ഇല്ല കേട്ടോ. എന്താണ് പ്രത്യേകത? എല്ലാം തഖ്വ. നിങ്ങളിൽ ആരാണ് തഖ്വയുള്ളവൻ? സൂക്ഷ്മത ബോധം ആർക്കാണുള്ളത്? നന്മ ആരിലാണുള്ളത്? അവനാണ് കേട്ടോ ഏറ്റവും ഇന്ന അക്രമക്കും എന്തല്ല അള്ളാന്റെ അടുത്ത് ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ. ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവനല്ല, അത്ഖാക്കും സൂക്ഷ്മതാ ബോധമുള്ളവനാണ് എന്ന്. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. സമത്വവും സ്നേഹവും സാഹോദര്യവും ലോകത്തെ എക്കാലഘട്ടത്തിലും നിലനിർത്തിയ ഒരു മതമാണ് ഇസ്ലാം. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ആ പ്രത്യേകത നമ്മളും ഉൾക്കൊള്ളുക, ലോകത്തെ അറിയിക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും അല്ലാഹു പുറത്തു നോക്കാക്കി തരുമാറാകട്ടെ.